ഇടതൂർന്ന് വളർന്ന മുളങ്കാടുകൾക്കിടയിലൂടെ പ്രകൃതിയിലേക്ക് നീളുന്ന ഇടവഴികൾ, വെട്ടിയൊതുക്കിയ മൺതിട്ടയിൽ മുള കൊണ്ട് തീർത്ത ഇരിപ്പിടങ്ങൾ. വയനാട് ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തായി തിരഞ്ഞെടുക്കപ്പെട്ട വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം പച്ചത്തുരുത്തിലെ വിശേഷങ്ങളിലേക്ക്. പ്രകൃതിയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചോലപ്പുറം ഹൈസ്കൂൾ കുന്നുറോഡരികിൽ 2.5 ഏക്കർ സ്ഥലത്ത് തുരുത്ത് നിർമ്മിച്ചത്. ഹരിത കേരളം മിഷന്റെ സഹായത്തോടെയായിരുന്നു പരിസ്ഥിതി സൗഹൃദ തുരുത്ത് നിർമ്മാണം. 774 ഇനം മരങ്ങളും 47 ഇനം ചെടികളും 354 മുളകളും ചോലപ്പുറം പച്ചത്തുരുത്തിന്റെ ആകർഷണമാണ്. ഹരിത കേരളം മിഷന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശത്തോടുകൂടി ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പച്ചത്തുരുത്ത് ആരംഭിക്കുകയും ആ പച്ചത്തുരുത്ത് മുള കൊണ്ട് മാത്രമുള്ള ഒരു പച്ചത്തുരുത്തായി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്തു. അല്പാൽപ്പം മറ്റ് ചെടികളൊക്കെ നട്ടെങ്കിൽ പോലും പൂർണ്ണമായും മുള കൊണ്ടുള്ള സംസ്ഥാനത്തെ ഏക പച്ചത്തുരുത്താണ് വെങ്ങപ്പള്ളിയിലുള്ള പച്ചത്തുരുത്ത്. ആ പച്ചത്തുരുത്ത് ഇപ്പോൾ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ട് മാറിയിട്ടുണ്ട്. നിരവധി ഗവേഷകരും അതേപോലെ തന്നെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളും അവർ വന്ന് സന്ദർശിക്കുകയും അവരുടെ കൂടി നിർദ്ദേശത്തോടു കൂടി പുതിയ തരത്തിലുള്ള പല പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂൺ 5 കൂടി ഞങ്ങൾ വിവിധ തലങ്ങളിലുള്ള സംവിധാനങ്ങളെന്ന നിലയ്ക്ക് ഒരു പാർക്കാക്കി മാറ്റാനും ജൈവ വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കലവറയായി ആ സംവിധാനത്തെ മാറ്റാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നന്ദി കുറിക്കുകയാണ്. നാളെ പ്രാദേശിക ജൈവ വൈവിധ്യത്തെ പൂർണ്ണതയിൽ നിലനിർത്താനുള്ള പ്രതിരോധ ചുവടുവയ്പ്പുകളാണ് ഈ പച്ചത്തുരുത്തുകൾ. കാലാവസ്ഥ സന്തുലിതമാക്കി ജൈവ വൈവിധ്യങ്ങളുടെ അതിജീവനത്തിനായാണ് സ്വാഭാവിക വനങ്ങളുടെ ചെറുമാതൃകകളായ പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുരുത്തിനെ സംരക്ഷിക്കുന്നത്. പുഴയ്ക്കക്കരെ പുതിയ തുരുത്തിനായി മുളകൾ നട്ടുവളർത്തുന്നുണ്ട്. സമീപത്ത് വേറെയും തുരുത്ത് സൃഷ്ടിക്കാനും പദ്ധതിയുണ്ട്. വേനലവധിക്കാലത്ത് നിരവധി ആളുകൾ ഇവിടെ സന്ദർശകരായി എത്തിയിരുന്നു. ഒരു പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാക്കി വെങ്ങപ്പള്ളി തുരുത്തിനെ മാറ്റുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ദൂരദർശൻ ന്യൂസ്, വയനാട്.